ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അഡാറായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അഡാറ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ കേട്ടോ. ബോൺലെസ് തന്നെ വേണമെന്നില്ല, ബോണുള്ളതും വേണമെങ്കിൽ എടുക്കാം. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാരിനേഷൻ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരിയാണ് എടുത്തിന് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഒരു 1/2 ടീസ്പൂൺ, കുറച്ച് മതി കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് മാരിനേഷൻ ചെയ്യുക കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി ചേർക്കണേന് ഞാൻ മറന്നുപോയി കേട്ടോ. അത് സാരമില്ല, കുഴപ്പമില്ല, ഉള്ളതുപോലെ ആക്കിയാൽ മതി. അപ്പോൾ അതാ ഇത് ഞാൻ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സംഭവം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്നവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാന്ന് വെച്ചാൽ അങ്ങ് മുക്കി പൊരിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ്റെ പീസസ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ചറവറാന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സംഭവം ഒന്ന് കുക്കായി കിട്ടണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കണ്ടേ. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും, കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിനൊന്ന് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ തീ കൂട്ടിയിട്ട് പുകയെല്ലാം വരുന്നുണ്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാൻ തന്നെ വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ബട്ടറാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ബട്ടർ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മെൽട്ടായിട്ട് വരണം. ഇത് മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു പകുതി സവാള ചെറുങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ ഒരു പകുതി തക്കാളിയും കൂടി ചെറുങ്ങനെ ഇതേപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഈ വാട്ടിയെടുക്കലെന്ന് പറഞ്ഞാൽ കുറേ അങ്ങ് കുക്കാക്കി എടുക്കണ്ട കേട്ടോ. കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കുക്കായി കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലപ്പാ. അപ്പം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ വാടലിടുന്ന സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. സംഭവം എന്താ പറയുക, എൻ്റെ ചിക്കന് കുറച്ച് ഉപ്പ് കൂടിപ്പോയി, കുഴപ്പമില്ല, അതിൻ്റെ അകത്തേക്ക് മിക്സ് ആകുമ്പോൾ ശരിയായിക്കോളല്ലോ. ഓഹ്, എൻ്റെ ഒരു ബുദ്ധി സമ്മതിക്കണം കേട്ടോ. എൻ്റെ കെട്ടിയോ പറയില്ല, കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു മന്ദബുദ്ധി ഉണ്ടെങ്കിൽ വിളിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ തെളിയിച്ചിട്ടാ. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇതെല്ലാം സൈഡോട്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു ടീസ്പൂണും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണൊന്നും വേണ്ട, ഒരു പകുതി മതി, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമുക്ക് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് എന്താ പറയുക, അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം ഒന്ന് പോകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പുറം ഇപ്പുറമെല്ലാം ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു മുഞ്ചിന് വേണ്ടി സൈഡാക്കി വെച്ചിരുന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് പാലാണ്. ഞാനൊരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാലും കൂടി ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതൊന്നിങ്ങനെ കുറുകിയിട്ട് അങ്ങ് വരും. അപ്പോൾ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള കുറച്ച് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം. പൊടിയെന്ന് പറഞ്ഞാൽ കുറേയൊന്നും പൊടിയൊന്നും ഇല്ല കേട്ടോ. കാര്യമായിട്ട് ഉള്ള പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും, ഒരു 1/4 ടീസ്പൂൺ എരിവിന് കുറച്ച് മുളക് പൊടിയല്ല, കുരുമുളക് പൊടി, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഒരിഗാനോ അതും കൂടി ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ ഒരിഗാനോ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതാ നമ്മൾ സംഭവം ഇവിടെ കട്ടിയായിട്ട് വന്ന് കിട്ടുക, അളക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്ര ആയാൽ മതി. ഇങ്ങനെ കുറേ അങ്ങ് കട്ടിയാക്കി എടുക്കണം കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ജ്യൂസി ആയിട്ട് വേണ്ടേ നമുക്ക്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ നല്ല ജ്യൂസിയാണ്. അപ്പം ജ്യൂസി ആകണ്ടേ, പറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പം ഇതേപോലെ ആക്കി എടുത്തിട്ട് അങ്ങ് ഫ്ലെയിം അവിടെ ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബന്നാണ്. ബണ്ണ് എന്ന് പറഞ്ഞാൽ ഇത് ബർഗർ ബന്നാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ മറ്റേ പാവ് ബന്നില്ലേ, ചെറിയ ബണ്ണ് എടുക്കുന്ന കേട്ടോ, കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ കാണാനും നല്ലൊരു മൊഞ്ചുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ കൈമേൽ ഈ ബർഗർ ബണ്ണ് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തതേ ഉള്ളൂ. നിങ്ങളെടുക്കുമ്പോൾ ചെറുതെടുത്താലും മതി. ഇനി ഇതാ നിങ്ങളെ കൈമേലുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, അതെടുത്താലും മതി കേട്ടോ. അപ്പം ഇതൊന്നിങ്ങനെ സ്ക്വയറായിട്ട് ഇതിൻ്റെ മേലെ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ അത് അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിപ്പോയിട്ട് ഇങ്ങനെയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല.
അപ്പം ഇനി വേണ്ടത് ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ. ആ സാധനം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, എടുത്ത് തിന്നേക്കല്ല. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചിങ്ങനെ പറിച്ചെടുക്കാം. കുറേ പറിച്ചെടുക്കണ്ട കേട്ടോ. കുറേ പറിച്ചെടുത്തിട്ട് തിന്നാക്കി കഴിഞ്ഞാൽ നമ്മൾ വെറും മസാല തിന്നുന്ന പോലെ ഉണ്ടാവും. അപ്പം കുറച്ച് തിക്കായിട്ട് തന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ ബ്രെഡ് വെച്ചോട്ടാ. എന്നിട്ട് ബാക്കി ഇങ്ങനെ പറിച്ച് മാന്തിയിട്ടെടുത്തോ. അപ്പോൾ ഇതാ ഞാൻ മൂലക്കൊന്നും ആടുന്ന് ഇടുന്നെല്ലാം മാന്തിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലയില്ലേ, മസാലേൻ്റെ കുറച്ച് ഭാഗം ആദ്യം ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു സ്പൂൺ ഇട്ടെടുത്ത് അതിൻ്റെ മൂലക്കും ഈ മൂലക്കെല്ലാം ആക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ സൈഡിൽ നിന്നെല്ലാം പറിച്ചെടുത്തിനല്ലോ, അപ്പോൾ ആ മൂലക്കൊക്കെല്ലാം ഉന്തിക്കയറ്റി കൊടുക്കണം. അപ്പം അതും കൂടി ഞാൻ ഇങ്ങനെ ഉന്തിക്കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആദ്യം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഒരു സാധനമാണ് നമ്മളെ സ്ലൈസ് ചീസ് കേട്ടോ. സ്ലൈസ് ചീസ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, എല്ലായിടത്തേക്കും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഇങ്ങനെ സൈഡിലെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി ഞാൻ മാന്തി പറിച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇതിൻ്റെ മേലേക്ക് പിന്നെയും മസാല ഇട്ട് കൊടുക്കുക, ഒരു സ്പൂൺ കേട്ടോ. ഇതിപ്പം വലിയതായതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 ലെയറിലാക്കീനി. ചെറിയ ബണ്ണെല്ലാണെങ്കിൽ ഒറ്റ ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഇതിപ്പോൾ ബർഗർ ബണ്ണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ സൈസ്. അപ്പം അതും കൂടി ഇട്ടെടുത്ത് അതിൻ്റെ മേലെ പിന്നെയും ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ. അപ്പം ഇതാ ബാക്കി ഇത്ര പകുതിയൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല, എന്നാലും ഞാൻ ബാക്കിയുള്ളതെല്ലാം അവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മൂടി ഉണ്ടല്ലോ, എന്താ പറയുക, ബന്നിൻ്റെ മൂടി. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് തിക്നെസ് എല്ലാം കുറച്ചിട്ട് ഇതാ ഞാനിങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതിൻ്റെ മേലെ ഇങ്ങനെ അമർത്തിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക. ഇനി ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൊസറില്ല ചീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൊസറില്ല ചീസ് ഇല്ലെങ്കിൽ സ്ലൈസ് ചീസ് തന്നെ വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ മൊസറില്ല ചീസ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു രസം ഉണ്ടാവും, നല്ല വെലിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതാ കുറച്ച് മതി കേട്ടോ, കുറേയൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മൊഞ്ചിന് വേണ്ടിയിട്ടാണ്, വേറെ അതിന് വലിയ കാര്യമൊന്നുമില്ല അതിനെ കൊണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചീസ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് മെൽട്ടാക്കി എടുക്കുകയൊന്നും വേണ്ടു, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒരു പാനിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഈ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുക കുറച്ച് സമയം. അപ്പോൾ ഇതാ ചീസെല്ലാം അടിപൊളിയായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബന്നെല്ലാം ഉണ്ടല്ലോ എക്സ്ട്രാ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായി. ഇനി സാധനത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി 2 ആയിട്ടോ 4 ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ളതെന്ന്. ഞാൻ പറഞ്ഞ പോലെ നല്ല ജ്യൂസി ആയിട്ട് നോക്കിയാൽ ഒന്നും പറയണ്ട, പൊള്ളിയായിട്ട് തന്നെ കേട്ടോ. കഴിക്കാനാണെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇനി ഇഫ്താറിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി ഉണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.